ഐസ് ആ കാണുന്നതാണ് വെള്ളയാങ്കുടി, താ കാണുന്നതാണ് കട്ടപ്പന, പിന്നെ ചുറ്റും മല. നമ്മളിന്ന് വന്നേക്കുന്ന എവിടെയാടാ? കാൽവരി കൊണ്ട് കല്യാണത്തുണ്ട്. കാൽവരി മൗണ്ടിലാണ് വന്നേക്കുന്നത്. നമ്മുടെ രണ്ട് കൂട്ടുകാരൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അരുൺ, പേര് പറഞ്ഞല്ലോ, അക്ഷയ്. അരുണും അക്ഷയ്. എങ്ങനെയുണ്ടോ ഇടുക്കിനെ കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളൊക്കെ പറ. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? ഇടുക്കിയിലേക്കുള്ള യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഇവനാദ്യമായിട്ട് നല്ല യാത്രയായിരുന്നു. നമ്മൾ ഇവന്മാരെ കുറച്ച് ഡാമിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ അവിടെ കാണിക്കാനുള്ള പ്ലാനിലാണ്. അപ്പൊ നിങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ഇടയിൽ നിങ്ങൾ ഇതുപോലൊരു യാത്ര ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. ഇത് എൻ്റെ സ്വന്തം അനുഭവം തന്നെയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇതുപോലുള്ള യാത്രകൾ പോകുമ്പോഴാണ് കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ആരും അറിയുന്നൊന്നുമില്ല. പക്ഷേ ആ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഇടയിൽ ഇതുപോലുള്ള യാത്രകൾ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. അതുപോലെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ വൈബാണല്ലോ യാത്രേനെ കൂടുതൽ കളറാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരെയും കൂട്ടി എത്രയും വേഗം ഇതുപോലുള്ള വ്യൂ പോയിന്റുകളിൽ പോവുക. നമ്മളെ കാത്ത് നമ്മുടെ ഇടുക്കി ഇരിപ്പുണ്ട്. ഇടുക്കിയിലേക്ക് എല്ലാവരും വരിക. ഇടുക്കിയിലെ മനോഹരമായ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ എല്ലാവരും കാണുക, ആസ്വദിക്കുക. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മാത്രം മറക്കാതിരിക്കുക. അപ്പം ഞങ്ങൾ ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ കട്ടപ്പനയ്ക്കടുത്തുള്ള ഒരു അടിപൊളി സ്പോട്ടുണ്ട്, കല്യാണത്തണ്ട് തന്നെ 2-3 കല്യാണത്തണ്ടുകളുണ്ട്. അപ്പോൾ എല്ലാം കല്യാണത്തണ്ടെന്നാണ് അറിയപ്പെടുന്നത്. കല്യാണത്തണ്ട് മലനിരകൾ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇടുക്കി ജലാശയത്തിന് മനോഹരമായ ഒരു ദൃശ്യഭംഗിയും അതുപോലെ മലനിരകളും കുന്നുകളും മേടുകളും ഒക്കെയാണ്. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ ഒരു കിടിലൻ സ്പോട്ടുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കിട്ടും. പണ്ട് ഈ കല്യാണത്തണ്ടിൽ ഒരു കറങ്ങുന്ന വീടുണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആ വീടിൻ്റെയൊക്കെ പുറകെ പോയിട്ടുണ്ടല്ലോ. ആ ഒരു വീട് ഇപ്പം നമ്മുടെ ഈ ഒരു കല്യാണത്തണ്ടിലില്ല. ആ വീട് നശിച്ചു പോയി. എന്താ സംഭവം എന്നറിയത്തില്ല. വീട് പൊളിച്ചിട്ടേക്കുവാണ്. അപ്പം നമ്മൾ വീടിൻ്റെ അങ്ങോട്ടൊന്നും ഇറങ്ങിപ്പോയില്ല. മലയിൽ നിന്ന് കഴിഞ്ഞാൽ ആ വീട് കാണാമായിരുന്നു. പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമ്മുടെ വീഡിയോ അല്ല, വേറെ ആൾക്കാരുടെയൊക്കെ വീഡിയോ എടുത്ത് കല്യാണത്തണ്ടിലെ കറങ്ങുന്ന വീട് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഒരു കറങ്ങുന്ന വീട്. ആ ഒരു കറങ്ങുന്ന വീട് ഈ ഒരു സ്പോട്ടിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ കറങ്ങുന്ന വീടില്ല. അത് ഞങ്ങളെ ഒരു വിഷമിപ്പിച്ച ഒരു കാര്യമാണ്. ആ കറങ്ങുന്ന വീട് തപ്പി ഞങ്ങൾ കുറേ നടന്നായിരുന്നു അത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി. പക്ഷേ ഇപ്പോഴാണ് ഞങ്ങളത് കണ്ടുപിടിച്ചത്. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കെല്ലാം നല്ല കിടിലൻ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ്. ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് ബിയർ കുപ്പികളൊക്കെ ഇതിലെല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ കൊണ്ട് തള്ളുന്നുണ്ട്. നമ്മളൊക്കെ എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ സേഫ്റ്റി പാലിക്കുന്നത് പോലെ തന്നെ നമ്മളെവിടെ പോയി കഴിഞ്ഞാലും അവിടെ നിന്ന് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊന്നും ഇട്ടിട്ട് പോകാതിരിക്കുക. നമ്മൾ കൊണ്ടുവരുന്ന സാധനം നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഒന്നും അത് ഇട്ടിട്ട് പോകാതിരിക്കുക. നമ്മളല്ലാതെ വേറെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ടല്ലോ, അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ മടങ്ങുക കാഴ്ചകൾ കണ്ടിട്ട്. ഇത്രയും മനോഹരമായ ഈ പ്രകൃതി ഭംഗിയും ഈ കാഴ്ചയൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മളിവിടെ വരുന്ന ഓരോരുത്തരുടെയും കടമയാണെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ നടന്ന് അങ്ങനെ വ്യൂ പോയിന്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കിടിലൻ കാഴ്ചകളാണ് മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഒരു കുരിശുണ്ട് ഇവിടെ. ചുറ്റും 360 ഡിഗ്രിയിൽ ഒരു കിടിലൻ വ്യൂ നമുക്ക് കിട്ടും. കട്ടപ്പനയുടെയും വെള്ളായാങ്കുടിയുടെയും ഒക്കെ മനോഹരമായ ഒരു വ്യൂ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ ഒരു വ്യൂ പോയിന്റിൽ എല്ലാവരും വരാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇടുക്കിക്കാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.
അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ യാത്രകൾ. ഞങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്കും ഒപ്പം ചേരാം. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി ഓൾ അമർത്തുക. അങ്ങനെ ഞങ്ങൾ പ്രധാന വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും നല്ല മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കും. എടുത്തു പറയേണ്ടത് ഇടുക്കി ജലാശയത്തിൻ്റെ കാഴ്ച തന്നെയാണ്. പിന്നെ മൊത്തം പച്ചപ്പാണ്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഈ പച്ചപ്പൊക്കെ മാറാനാണ് സാധ്യത. കാരണം നല്ല വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പുല്ലൊക്കെ കരിഞ്ഞു പോകുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗിയും പോവും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഒരു വ്യൂ പോയിൻ്റ് വന്ന് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് പോവാം. ഈ പച്ചപ്പോട് കൂടി കാണുമ്പോഴാണ് അതിൻ്റെ ആ ഭംഗി നമുക്ക് കിട്ടുന്നത്. എന്താല്ലേ വ്യൂ! ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു കെട്ടിടത്തിൻ്റെ അടുത്തായിരുന്നു നമ്മുടെ പഴയ കറങ്ങുന്ന വീടുണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ കറങ്ങുന്ന വീടൊന്നുമില്ല, കറങ്ങാത്തൊരു വീട് മാത്രമേ ഉള്ളത്. എന്താണെന്നറിയത്തില്ല. അപ്പോൾ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ മനോഹരമായ കൊച്ചു കൊച്ചു ദ്വീപുകളൊക്കെ കാണാം. പിന്നെ അതുപോലെ നല്ല പുൽമേടുകൾ കാണാൻ പറ്റും, ഒരുപാട് മലനിരകൾ കാണാൻ പറ്റും. അതുപോലെ നല്ല ശക്തമായ കാറ്റാണ് ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്രയൊക്കെ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഇടുക്കിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? ഇടുക്കിയുടെ ആ ഒരു വൈബ് പൊള്ളി വൈബല്ലേ? പൊളി വൈബാന്നാണ് പറയുന്നത്. അപ്പൊ വേറെ ആളും കൂടെ ഉണ്ടാവും. അതേട്ട വരുന്നത് നമുക്ക് നമ്മുടെ അക്ഷയ് ബ്രോയോട് നമുക്ക് ഇവിടെ ഇടുക്കിയുടെ ആ ഒരു വൈബ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ യാത്രകളൊക്കെ? എന്തൊക്കെ വ്യൂ പോയിന്റ് ഒക്കെ ഇഷ്ടപ്പെട്ടല്ലേ? അടിപൊളിയാണ്. അപ്പൊ ഗൈസ്, ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ദ ചാനൽ. ബൈ ബൈ. ഞാൻ അത്ര ബ്ലോക്ക് കയറുന്നുള്ളതാണ് ഇങ്ങോട്ട് കൊണ്ടത്. ഇതാകുമ്പോൾ നേരെ പോയ കോട്ടയം. നേരെ കോട്ടയം. ഓക്കെ, അടുത്ത ദിവസം വിളിക്കാം. ഗായ്സ്, അങ്ങനെ അവർ പോയിരിക്കുകയാണ്. ഇനി ഞങ്ങളും വീട്ടിലേക്ക്. നമ്മൾ തിരിച്ച് വീട്ടിലെത്താറായപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന ബിനോണ്ണനെ നമുക്ക് കാണാൻ സാധിച്ചു. ബിനോണ്ണ ഫുട്ബോൾ കളിക്കുന്നു ഗായ്സ്. ഇതുപോലെ കുട്ടിക്കാലം മാറാത്ത നിങ്ങളുടെ കൂട്ടുകാരെ മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ബിനോണ്ണൻ ഇപ്പോഴും കൊച്ചു കുട്ടിയാണെന്നാണ് ബിനോണ്ണൻ്റെ വിചാരം. റീലും എടുക്കുക.